5 ഹെക്ടർ വർക്ക് വന്നതാണ് കേട്ടോ. വർക്ക് എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ക്ലച്ചിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് വണ്ടി വന്നപ്പം ക്ലച്ച് കിട്ടുമ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പം നമ്മുടെ ക്ലച്ചൊക്കെ മാറി കണ്ടോ. ഞാൻ ചവിട്ടുമ്പോൾ ചെറിയ ടൈറ്റ് പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ടൈറ്റ് നല്ല ഫ്രീ ആയിരുന്നു. ഫസ്റ്റ് വന്നപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇതിപ്പോൾ എനിക്ക് കാലത്ത് അതുകൊണ്ട് ഞാൻ എത്തിച്ചോട്ടതാണ്, അതിൻ്റെ എനിക്ക് ഹാർഡായിട്ട് വന്നത്. ഇപ്പം സംഭവം ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് നമ്മൾ മാറി കഴിഞ്ഞപ്പം കംപ്ലൈൻറ്റ് ഓക്കെ ഉണ്ട്. അപ്പം സാധാരണ നമ്മൾ ക്ലച്ച് പ്രഷർ ഈ ഹെക്ടറിൻ്റെ ഒക്കെ ഫ്ലൈ വീല് ക്ലച്ച് അസംബ്ലി ആയിട്ടാണ് മാറുന്നത്. ഫ്ലൈ വീലിന് കോസ്റ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ ഫ്ലൈ വീല് മാറിയില്ല, ക്ലച്ച് അസംബ്ലി ആയിട്ടാണ് മാറിയേക്കുന്നത്. അപ്പോൾ ഇപ്പം വണ്ടി ഓക്കെ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വണ്ടി ഇറക്കിയതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൗണ്ട് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ലോറാമും അതുപോലെ തന്നെ സ്റ്റെബിലിംഗും മാറിയിട്ടുണ്ട്. ലോറാമിൻ്റെ പുഷും അതുപോലെ തന്നെ ബോൾ ജോയിനും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അസംബ്ലി ആയിട്ടാണ് 2 സൈഡിൽ മാറിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയതാണ് ഇപ്പോൾ ഈ പാക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെബിലിംഗും മാറിയിട്ടുണ്ട്. ഡെയിലി കാണുന്നത് സ്റ്റെബിലിംഗ് നമ്മൾ പുതിയതാണ് പഠിച്ചത്. അപ്പോൾ രണ്ടും പുതിയ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈ വീല് നല്ലതായിരുന്നു. ഫ്ലൈ വീല് കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഫ്ലൈ വീല് ചേഞ്ച് ചെയ്യാണ്ടിരുന്നത്. ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് അങ്ങനെയുള്ള സെറ്റ് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. ഫ്ലൈ വീൽ വെച്ച് ബാക്കിയുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്തു. വണ്ടി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ വർക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൻ്റെ ബമ്പർ റിഫ്ലക്ടർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ബാക്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതില് 3 പീസായിട്ടാണ് വരുന്നത് റിഫ്ലക്ടർ. ഇവിടെ വരെ ഒരു പീസ്, ഈ സെന്ററിൽ ഒരു പീസ്, സൈഡിൽ ഒരു പീസ്. അപ്പൊ ഇതിന്റെ ഈ സെന്ററിലെ പീസും സൈഡിലെ പീസും പൊട്ടിയേക്കുവാണ്. അപ്പൊ നമ്മൾ ഇത് 2 മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ അലർജിയുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് പെയിന്റിംഗ് ഷോപ്പിൽ കൊണ്ടിടണം. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ബാക്കി പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ കുറേ പേര് കമന്റ്സിൽ ഞങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ എന്താ ബോക്സ് വാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ബോക്സ് വാൻ മാത്രമല്ല ഒരുമിക്ക് വണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം കുറേ പേരുടെ ഡൗട്ടായിരുന്നു ബോക്സ് വാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിന്ന് ഹെക്ടർ ആയിട്ട് വന്നത്. അപ്പോൾ അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ബ്രാൻഡ് വണ്ടികളുടെ വേറെ നല്ല അടിപൊളി കണ്ടന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡുമായിട്ട് ഞങ്ങൾ വരാം.